ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ പാല് കറന്ന് കൊണ്ടുവരില്ലേ, അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാടകളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും, ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് അത് ഒരു ഗ്ലാസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളത് നെയ്യാക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് കിട്ടും. അത് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ജാറിലിട്ടിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ആയിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് അങ്ങനെ അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാണ് വേണ്ടത്. അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ മിക്സിയിൽ അടിക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അപ്പോ ഈ പാത്രത്തിലുള്ളത് ഓൾറെഡി മുമ്പ് ചെയ്തതായിരുന്നു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഉണ്ടയാക്കാം. പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്കിയതിന് ശേഷം ഇത് വെള്ളത്തിലിടണത് അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെള്ളത്തിലിടണത്. പിന്നെ അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഉണ്ടകൾ എടുത്ത് നമ്മൾ ഈ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കാണ് വേണ്ടത്. ഇതുപോലെ പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലത്തെ വെള്ളമൊക്കെ വറ്റി നെയ്യാവുന്നത് വരെ നമ്മളിതൊന്ന് ഇങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് ആവണം. അങ്ങനെ മുരിഞ്ഞ് കരിയാനും പാടില്ല. അങ്ങനെ ഒരു ലെവലില് ആയി വരണം. അപ്പൊ ഇതായിട്ടുണ്ട്, എല്ലാം ഒരുവിധം ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓഫ് ആക്കുക. ഇനി അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതൊന്ന് തണവാറിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യേണ്ടത്, നമ്മളിത് അരിച്ച് ഇതിലുള്ള കരടൊക്കെ മാറ്റിയിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കും. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പാലൊക്കെ മേടിക്കുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പാടൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഇതുപോലെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.